പ്രിയപ്പെട്ടവരെ, റോഡിന് നടുവിലെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ നിർത്തിയിട്ട് ടാർ ചെയ്യുന്ന വിചിത്ര വിദ്യകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് അമ്പലമുക്ക് NCC റോഡിൽ ഒരു കാഴ്ചയുണ്ട്. വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഒരു പോസ്റ്റല്ല, ഒരു വർഷമായി തപസ്സിരിക്കുന്ന ഒരു മിനിവാനാണ്. ഇത് ആരുടെ മിനിവാനാണോ എന്തോ. വണ്ടി മാറ്റിയില്ലെങ്കിൽ ഇതിനു ചുറ്റും ടാർ ചെയ്ത് റോഡിന് നടുവിൽ ഒരു പർപ്പിൾ സ്മാരകം പോലെ ഈ വണ്ടി അവശേഷിക്കുമോ എന്നൊരു പേടിയുണ്ട്. ഈ വണ്ടി അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ്. എങ്ങനെ എടുത്തു മാറ്റും? കുറച്ച് നാളായിട്ട് അവിടെ ഇരിക്കുക. ഇപ്പോൾ അഷിൻ ഡിയാഗോ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ടാറിംഗ് പണി പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഈ വണ്ടി ഒരു വലിയ കുരുക്കായിട്ട് തീർന്നു. അഷിനുണ്ട്. അഷിൻ, ഗുഡ് മോർണിംഗ് അഷിൻ. ഈ വണ്ടി സ്മാരകമായി നടുക്ക് വയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഈ വണ്ടി ആരുടേതാണ്? ആ വണ്ടി അവിടെ ഇട്ടിട്ട് അയാൾ എങ്ങോട്ടാണ് പോയത്? വണ്ടി നീക്കം ചെയ്യാൻ പറ്റൂലേ? ഇല്ലെങ്കിൽ നമുക്ക് മുറിച്ച് കണ്ണമായിട്ട് വിറ്റാലോ? കോർപ്പറേഷൻ തീരുമാനിച്ചാൽ നടക്കൂ? അരുൺ, സാധാരണഗതിയിൽ ടാറിംഗ് നടക്കുന്നില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും നാട്ടുകാരുടെ പരാതി. പക്ഷേ ഈ അമ്പലമുക്ക് NCC റോഡിന് സമീപത്തുള്ള ഭഗവതി നഗറിൽ ടാറിംഗ് ഒക്കെ അതിവേഗം നടക്കുന്നുണ്ട്. 1 കിലോമീറ്റർ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ 1 കിലോമീറ്റർ ദൂരത്തേക്കുള്ള റോഡിൽ ടാറിംഗ് അതിവേഗം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുടെ ആശങ്ക എന്ന് പറയുന്നത്, കഴിഞ്ഞ 1.5 വർഷത്തോളമായി എൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു വാഹനം ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. നിലവിൽ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാതെ ടാറിംഗ് ഇവിടെ നിന്ന് മുന്നിലേക്ക് ടാറിംഗ് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ഈ വാഹനം ഇവിടെ തന്നെ നിലനിർത്തി ഇത് വാഹനം കിടക്കുന്ന ഇടങ്ങളിൽ ഒഴികെ ബാക്കി സ്ഥലങ്ങളിൽ ടാറിംഗ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഈ വാഹനം ഇവിടെ നിന്ന് അടിയന്തരമായി മാറ്റി തന്നാൽ ഈ ടാറിംഗ് നടത്തിത്തരാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഈ വാഹനം ഈ ഭാഗത്ത് തന്നെ താമസിച്ചിരുന്ന ഒരാളുടേതാണ്. അയാൾ ഇവിടെ നിന്ന് വാഹനം വീട് മാറി പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 വർഷമായി. നാട്ടുകാർക്ക് നിലവിൽ ഇപ്പോൾ അയാൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പോലീസിലേക്ക് പരാതി നൽകിയിട്ടുണ്ട്. എനിക്കൊപ്പം കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഈ സംഭവം? എത്ര നാളായി ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത്? ഇത് ഏകദേശം ഒരു 1.5 വർഷമാകും ഈ വണ്ടി വാഹനം ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ വാഹനമാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ റെൻറ്റിന് താമസിച്ചിരുന്നതാണ്. ഇയാൾ ഇവിടുന്ന് പോയിട്ട് അതിനു മുമ്പ് തന്നെ ബാബു എന്ന് പറയുന്നത് കരിയൻ സ്വദേശിയായിട്ടുള്ള ബാബുവിന് ഈ വാഹനം വാടകയ്ക്ക് കൊടുക്കുകയും അയാൾ കരാറ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വാഹനം കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. ഇട്ടിട്ട് പോയി അന്ന് മുതൽ ഈ അസോസിയേഷൻ്റെ നിരവധിയായിട്ടുള്ള അവരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാം ഇയാളെ കോൺടാക്ട് ചെയ്യുകയും എടുത്ത് മാറ്റാമെന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ചെറിയൊരു സ്കൂൾ വാഹനങ്ങളൊക്കെ പോകുന്നതിന് പോലും അവസ്ഥയാണല്ലോ. അതെ, ഈ വാഹനം എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് ടാറിങ് വാൾ ടു വാളുള്ള ഒരു ടാറിങ് റോഡാണ്. പോലീസിൽ പരാതി അതിലുള്ള ഫോൺ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലേ? ഈ നമ്പർ വെച്ചിട്ട് മത്സ്യവിഭവങ്ങളൊക്കെ കയറ്റി വന്നതാണെന്ന് തോന്നുന്നു. കോൺടാക്ട് ചെയ്ത ആ നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് എടുക്കുന്നില്ലേ അഷിൻ? ഇയാളുടെ നമ്പർ ഉണ്ടായിരുന്നു. ആ വിളിച്ചപ്പോഴത്തേക്ക് ബാബു എന്ന് പറയുന്ന ആളുടെ നമ്പറാണ്. ഈ നമ്പറിലേക്ക്, ഈ വണ്ടി സൈഡിലേക്കുള്ള നമ്പറിലേക്ക് വിളിച്ചിരുന്നില്ലേ? വിളിച്ചപ്പോൾ അവർ എടുക്കുന്നില്ല. വിളിച്ചിട്ട് എടുത്തിട്ട് ഇയാൾ പറയുന്നത് അയാളെ കരാർ കഴിഞ്ഞു, ഇനി ഓണറുടെ ഉത്തരവാദിത്വമാണ്. ഓണറുടെ നമ്പർ ചോദിച്ചപ്പോൾ ഇയാൾ കൊടുക്കുന്നില്ല. അതെ, ഞാൻ അസോസിയേഷൻ്റെ BNRയുടെ ട്രഷററാണ്. ഈ കാണുന്ന 2 നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്നെ വിളിക്കേണ്ട, എനിക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങളുടെ കാര്യം ഇത് കഴിഞ്ഞു. ഒരു ബാബു എന്ന് പറഞ്ഞ ആളെ ഞാൻ വിളിച്ചിരുന്നു. ഈ വണ്ടി താഴെ കുറച്ചു കാലം. എന്തായാലും അത് വളരെ എന്താണല്ലേ, ഒന്ന് ആലോചിക്കും. വണ്ടിയൊക്കെ പൊതുറോഡിൽ കൊണ്ടിട്ട് കൃത്യസമയത്ത് എടുത്തുകൊണ്ട് പോകണ്ടേ? നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ആ വണ്ടിയാണെങ്കിൽ ഇനി ആരെടുത്തോണ്ട് കെട്ടി വലിച്ചുകൊണ്ട് പോകണം, ആ സ്ഥലത്ത് നിന്ന് മാറ്റുക, ടാർ ചെയ്യുക. ആൾക്കാർ ടാർ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയാലും വണ്ടി എടുത്ത് റോഡിലിട്ടിട്ട് പോയിട്ട് 1.5 വർഷമായി തിരിഞ്ഞു നോക്കുന്നത്.